നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് രാത്രി 9:58 നടക്കും. ഇസ്രോയുടെ ഈ വർഷത്തെ അവസാന വിക്ഷേപണമാണിത്. സ്പെഡാക്സ് ഉപഗ്രഹങ്ങൾക്കൊപ്പം 24 ചെറു പരീക്ഷണങ്ങളും ISROയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനത്തിനൊപ്പം തിങ്കളാഴ്ച കുതിച്ചുയരും. വിക്ഷേപണത്തിനായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 2 ഉപഗ്രഹങ്ങളാണ് ഇന്ന് ബഹിരാകാശത്തേക്ക് പോകുന്നത്. ചേസറും ടാർജറ്റും 220 കിലോഗ്രാം വീതം ഭാരമാണ് ഇവയ്ക്ക്. ഒന്നിച്ച് വിക്ഷേപിച്ച ശേഷം ബഹിരാകാശത്ത് വെച്ച് 2 വഴിക്ക് പിരിയുന്ന ഇവ വീണ്ടും ഒത്തുചേരും. അതാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പെഡാക്സ് ദൗത്യം. റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണം ഭൂമിയെ ചുറ്റുക. പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 9:58 PSLV-60 വിക്ഷേപിക്കുക. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുക എളുപ്പമല്ല. 2 പേടകങ്ങളുടെയും വേഗ നിയന്ത്രണം കൃത്യമായിരിക്കണം. കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വേണം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കേണ്ടതുണ്ട്. നിലയത്തെ ഒരൊറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്ത് എത്തിക്കുക സാധ്യമല്ല. ഘട്ടം ഘട്ടമായി വിക്ഷേപിച്ച് പിന്നീട് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുക മാത്രമാണ് പ്രായോഗികം. ഭൂമിയിൽ നിന്ന് 476 കിലോമീറ്റർ മാത്രം ഉയരമുള്ള വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലെത്തുന്ന SDX-01, SDX-02 ഉപഗ്രഹങ്ങൾ തമ്മിൽ 20 കിലോമീറ്ററോളം അകലമാണ് തുടക്കത്തിൽ ഉണ്ടാവുക. ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവന്ന ശേഷം രണ്ടും കൂട്ടിയോജിപ്പിക്കുക. ഊർജ്ജവും വിവരങ്ങളും പങ്കുവച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപെടുത്തും. അതിനുശേഷം 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷത്തോളം അവ പ്രവർത്തിക്കും. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത്. ഈ രാജ്യങ്ങൾ ബഹിരാകാശ നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയാണ്. സ്പെഡാക്സ് ദൗത്യം വിജയിച്ചാൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. ചന്ദ്രയാൻ 4 ദൗത്യത്തിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ഇസ്രോ തീരുമാനം. സ്പെഡാക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾക്ക് പുറമെ 24 വ്യത്യസ്ത പരീക്ഷണങ്ങളും ഈ PSLV വിക്ഷേപണത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈയും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആർമും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സ് പേലോഡും ഇതിൽ ചിലതാണ്. ISROയുടെ പുതിയ ദൗത്യത്തിൽ ബഹിരാകാശത്ത് പയറും ചീരയും ഒളിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളുമുണ്ട്. ആദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് ജൈവകോശങ്ങൾ അയക്കുന്നത്. ബഹിരാകാശ സാഹചര്യങ്ങളിൽ കോശ വളർച്ചയും സ്വഭാവവും പഠിക്കുന്നതിന് മുംബൈയിലെ അമിറ്റി സർവകലാശാല തയ്യാറാക്കിയ അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ പരീക്ഷണം നടക്കുക. പരീക്ഷണ മൊഡ്യൂളിൽ 14 ISROയും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിർമ്മിച്ചതാണ്. സ്റ്റാർട്ടപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചവയാണ് ബാക്കിയുള്ള 10.